ഗേസ് എല്ലാവർക്കും എൻ്റെ ചാനലിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മുടെ ഗപ്പി കുഞ്ഞുങ്ങളുടെ ഫാസ്റ്റ് ഗ്രോത്തിങ്ങിനെ പറ്റിയാണ്. അപ്പോൾ നമുക്ക് ആ വീഡിയോ പോയി കാണാം. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ ഒരു മിക്സഡ് ടാങ്കാണ്. ഇതിനകത്ത് പ്ലാറ്റി, മോളി, ഗപ്പി, ഷാർക്ക്, ഗോൾഡ് ഫിഷ് എല്ലാം ഇതിനകത്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തും നമ്മുടെ കുഞ്ഞുങ്ങൾ കിടപ്പുണ്ട്. ആ സൈഡൊക്കെ കുറേ കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഇവന്മാരുടെ ഗപ്പി കുഞ്ഞുങ്ങളുടെ ഫാസ്റ്റ് ഗ്രോത്തിങ്ങിന് നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറയും, ഇവർക്ക് നല്ല സ്പേസ് കൊടുക്കണം. അതായത് ഫാസ്റ്റ് ഗ്രോത്തിങ്ങിന് വേണ്ടിയിട്ട് ഇവന്മാർക്ക് നല്ല സ്പേസ് കൊടുക്കണം. ആരം കുറച്ചിട്ട് നല്ല സ്പേസാണ് ഗപ്പികൾക്ക് വേണ്ടത്. ഇതിപ്പോൾ ഇത്ര ആരം ഉണ്ടെങ്കിലും ഞാനിപ്പോൾ വെള്ളം നിറച്ചേന്നുണ്ട്. ഈ ഒരു ലെവൽ, എൻ്റെ ഈ ഒരു കൈയുടെ ഈ ഒരു സൈഡിൻ്റെ ലെവൽ വരെ ഞാൻ വെള്ളം നിറച്ചിട്ടുള്ളൂ. ഇത്രയും മതി ശരിക്കും. അതുപോലെ തന്നെ നീളമെന്ന് പറയുമ്പോൾ ഇത്രയും നീളമുണ്ട് ടാങ്കിന്. അപ്പോൾ അത്യാവശ്യം ഇവർക്ക് നല്ല സ്പേസും കിട്ടി, ഇവർ നല്ല ഗ്രോത്തും കാണിക്കും. പിന്നെ ഫീഡിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏകദേശം 3 to 4 തവണ വരെ ആയിരിക്കും ഗപ്പി ഫ്രൈസിന് കൊടുക്കാൻ പറ്റുന്നത്. ഇപ്പം ഞാനിപ്പോൾ ഇത് കൊടുക്കുമ്പോൾ എല്ലാവരും വന്ന് തിന്നുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്കിപ്പോൾ കൊടുക്കാവുന്നതെന്ന് പറയുമ്പോൾ നല്ല ഫീഡെന്ന് പറയുമ്പോൾ പ്രിൻസീന്, ലാർവൽ, അങ്ങനത്തെ കുറേ ഫീഡൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല കോസ്റ്റ്ലിയാണ്. അതാണ് മെയിൻ പ്രശ്നം. പിന്നെ ലൈഫ് ഫീഡ്, അതായത് നമ്മുടെ മൊയ്ന, ആർട്ടീമിയ, അങ്ങനെയുള്ളതെല്ലാം ഇതിന് നല്ലതാണ്. പിന്നെ ഞാനൊക്കെ കൊടുക്കുന്ന ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന കൂത്താടിയാണ്. അപ്പോൾ അതും നല്ലൊരു ഫീഡ് തന്നെയാണ്. അത് നമ്മളിപ്പോൾ ജസ്റ്റ് കുറച്ച് വെള്ളം എടുത്തിട്ട് അതിനകത്തോട് കുറച്ച് കരിയിലെല്ലാം കൂടെ വാരി ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിനകത്തെല്ലാം കൂത്താടിയാവും. അപ്പോൾ ഇത് ഗപ്പി കുഞ്ഞുങ്ങളുടെ കാര്യം ഇത്രയേ ഉള്ളൂ. പിന്നെ ഇവർ ജനിച്ച് വീണ് കഴിയുമ്പോൾ നമുക്ക് ഈ പെല്ലറ്റൊന്നും അങ്ങനെ എടുക്കാൻ ചാൻസ് കുറവായിരിക്കും. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് കൊടുക്കാൻ പറ്റിയൊരു സംഭവമാണ് നമ്മുടെ വാരയില നമ്മൾ ഉണങ്ങിയ വാരയില എടുത്തിട്ട് കഴുകിയിട്ട് അത് നമ്മുടെ ഗപ്പി കുഞ്ഞുങ്ങൾ കിടക്കുന്ന ടാങ്കിനകത്തോട് ഇടുവാണെങ്കിൽ അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒരു ബ്രൗണിഷ് കളറിലെത്തും. അതായത് ഇൻഫോസോറിയ ഉണ്ടാവും. അത് നല്ലൊരു ഫീഡാണ്. നമ്മുടെ ഫൈറ്ററിൻ്റെ കുട്ടികൾക്കായാലും ഗപ്പിയുടെ കുട്ടികൾക്കായാലും എല്ലാത്തിൻ്റെ കുട്ടികൾക്കും നമ്മുടെ ഇത് കൊടുക്കാവുന്നതാണ്. ഇപ്പം നമ്മുടെ സീബ്ര ടാങ്ക് നിങ്ങൾ കണ്ടല്ലോ, ഗ്രോത്ത് ടാങ്ക് പോലെ ഇട്ടേക്കുന്നത്, അതിനകത്ത് നമ്മൾ വാരയിലിട്ടിട്ടുണ്ടായി ഫീഡായിട്ട്. അപ്പോൾ ഇതുപോലെ വാരയിലൊക്കെ ഇട്ടിട്ട് നമ്മുടെ ഗപ്പി കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് ചെയ്യുമ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മുടെ ഇത് കറക്റ്റ് ആവുന്നുണ്ടോ നോക്കണം. അത് അതിനകത്ത് നമ്മൾ അടച്ചു വെക്കണം. കാരണം ചിലപ്പോഴൊക്കെ അതിനകത്ത് കൂത്താടി വന്ന് എഗ്ഗിടാൻ ചാൻസ് ഉണ്ട്. എഗ്ഗിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ കുഞ്ഞുങ്ങൾ കൂത്താടി അറ്റാക്ക് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. പിന്നെയെന്ന് പറയുമ്പോൾ നമ്മുടെ ഗപ്പി കുഞ്ഞുങ്ങൾക്ക് പ്രസവിച്ച ഉടനെ, അതായത് ഇതിൻ്റെ ഫീമെയിൽ പ്രസവിച്ച ഉടനെ തന്നെ നമ്മൾ ഈ ഗപ്പി കുഞ്ഞുങ്ങളെ പിടിച്ച് മാറ്റണം. അല്ലെങ്കിൽ ഇവരുടെ അമ്മയും അച്ഛനും കൂടെ തന്നെ ഇവരുടെ കുഞ്ഞുങ്ങളെ തിന്നുന്നതായിരിക്കും. അത് നല്ലതായിട്ട് ചാൻസ് കൂടുതലാണ്. മിക്സഡ് ടാങ്കിലൊക്കെ കിടക്കുന്ന പ്രശ്നമില്ലായിരിക്കും, കാരണം അത്രയും സ്പേസൊക്കെ ഉള്ളതുകൊണ്ട്. പക്ഷേ അത്യാവശ്യം നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ നല്ലതായിട്ട് പായലുകൾ, നമ്മുടെ ഫോക്സ് ടെയിൽ, ഗപ്പി ഗ്രാസ്, വാട്ടർ ക്യാബേജ്, അതുപോലത്തെ പായലുകൾ ഇട്ട് കൊടുക്കാൻ ശ്രമിക്കുക. അങ്ങനെ ആകുമ്പോൾ അവരുടെ കുഞ്ഞുങ്ങളെ അവർക്ക് തിന്നാൻ ചാൻസ് കുറവാണ്. അല്ലെങ്കിൽ നമ്മൾ ബ്രീഡിംഗ് ഏജ് ഇട്ട് കൊടുക്കുക. അത്രയും ചെയ്താൽ മതി. അത് നമ്മൾ ഗപ്പീസ് മാത്രമല്ല, മോളീസ് തിന്നാറുണ്ട്, പ്ലാറ്റികൾ തിന്നാറുണ്ട്, ഒട്ടുമിക്ക എല്ലാ ബ്രീഡുകളും തിന്നാറുണ്ട്. പക്ഷേ അതിന് ഫൈറ്റർ പോലത്തെ ബ്രീഡുകളൊന്നും അങ്ങനെ ചെയ്യാറുമില്ല. പിന്നെ നമ്മുടെ ഗപ്പി കുഞ്ഞുങ്ങളുടെ കാര്യം പറയുമ്പോൾ നമുക്കറിയാമല്ലോ, പൊടി സാധനമാണ്. ഒരു മാക്സിമം ഗ്രോത്ത് റേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ 1 മാസം കൊണ്ടാണ് ഒരു അഡൾട്ട് ജുവനൈൽ സൈസിലോട്ടാവുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം നന്നായിട്ട് ഫീഡിങ് കൊടുക്കാൻ ശ്രമിക്കുക. അത് ഇണക്കിയെടുക്കുക. അപ്പോൾ നമ്മൾ ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് ഇണങ്ങിയതാണ്. നമ്മളോട് മോളിയും എല്ലാം നമ്മളോട് ഇണങ്ങിയതാണ്. അതുപോലെ തന്നെ നമ്മൾ ഇതിനെ മിക്സഡായിട്ട് ഇടാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ നല്ല കളർ കിട്ടും. അതായത് നമ്മൾ പ്ലാറ്റി, മോളി, അങ്ങനെയുള്ള ഫിഷസിൻ്റെ കൂടെ ടാങ്ക് മേറ്റ്സിൻ്റെ കൂടെ ഇടാൻ ശ്രമിക്കുക. അല്ലാതെ വലിയ മീനുകളുണ്ട്, നമ്മുടെ ഷാർക്കൊക്കെ വലുതാവുന്ന ആണ്. അപ്പോൾ ഈ ഷാർക്ക് ഇപ്പോൾ പ്രശ്നമില്ല, കാരണം കുഞ്ഞു സൈസാണ്. വലിയ ഷാർക്ക്, അതുപോലെ തന്നെ നമ്മുടെ അരാപ്പയ്മ, അലിഗേറ്റർ, അതുപോലത്തെ മീനിൻ്റെ കൂടെ ഒക്കെ ഇടുവാണെങ്കിൽ തീർന്നു ഗപ്പിയൊന്നും പിന്നെ പൊടി പോലും കിട്ടത്തില്ല. അപ്പോൾ കുഞ്ഞു ഇതിൻ്റെയൊക്കെ ടാങ്ക് മേറ്റ്സ് ഒക്കെ കിട്ടുമല്ലോ നമ്മുടെ അക്വേറിയം ഷോപ്പിൽ, അതിനെയൊക്കെ വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഗപ്പിയുടെ കാര്യം എന്ന് പറയുമ്പോൾ. പിന്നെ വലിയ പ്രശ്നമൊന്നുമില്ലാത്ത, അത് അഗ്രഷൻ ടൈപ്പല്ല,
അത് വലിയ അഗ്രഷനൊന്നും കാണിക്കത്തില്ല. അത് നമ്മൾ വലിയ കൊത്തൊന്നും ഇടത്തില്ല. എന്ന് പറഞ്ഞ് മെയിൽസും തമ്മിൽ കൊത്തിടാറുണ്ട്. ഡോഴ്സൽസും ടെയിൽസും എല്ലാം കട്ടായി പോകാറുണ്ട്. അത് വലിയ പ്രശ്നമൊന്നുമില്ല. അത് കുറച്ച് കഴിയുമ്പോൾ വളർന്ന് കിട്ടിക്കോളും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ എല്ലാവരും പരമാവധി സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. ഹലോ ഗേസ്, എല്ലാവർക്കും എൻ്റെ ചാനലിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മുടെ ഗപ്പി കുഞ്ഞുങ്ങളുടെ ഫാസ്റ്റ് ഗ്രോത്തിങ്ങിനെ പറ്റിയാണ്. അപ്പോൾ നമുക്ക് ആ വീഡിയോ പോയി കാണാം. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ ഒരു മിക്സഡ് ടാങ്കാണ്. ഇതിനകത്ത് പ്ലാറ്റി, മോളി, ഗപ്പി, ഷാർക്ക്, ഗോൾഡ് ഫിഷ് എല്ലാം ഇതിനകത്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തും നമ്മുടെ കുഞ്ഞുങ്ങൾ കിടപ്പുണ്ട്. ആ സൈഡൊക്കെ കുറേ കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഇവന്മാരുടെ ഗപ്പി കുഞ്ഞുങ്ങളുടെ ഫാസ്റ്റ് ഗ്രോത്തിങ്ങിന് നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറയും, ഇവർക്ക് നല്ല സ്പേസ് കൊടുക്കണം. അതായത് ഫാസ്റ്റ് ഗ്രോത്തിങ്ങിന് വേണ്ടിയിട്ട് ഇവന്മാർക്ക് നല്ല സ്പേസ് കൊടുക്കണം. ആരം കുറച്ചിട്ട് നല്ല സ്പേസാണ് ഗപ്പികൾക്ക് വേണ്ടത്. ഇതിപ്പോൾ ഇത്ര ആരം ഉണ്ടെങ്കിലും ഞാനിപ്പോൾ വെള്ളം നിറച്ചേക്കുന്നുണ്ട്. ഈ ഒരു ലെവൽ, എൻ്റെ ഈ ഒരു കൈയുടെ ഈ ഒരു സൈഡിൻ്റെ ലെവൽ വരെ ഞാൻ വെള്ളം നിറച്ചിട്ടുള്ളൂ. ഇത്രയും മതി ശരിക്കും. അതുപോലെ തന്നെ നീളമെന്ന് പറയുമ്പോൾ ഇത്രയും നീളമുണ്ട് ടാങ്കിന്. അപ്പോൾ അത്യാവശ്യം ഇവർക്ക് നല്ല സ്പേസും കിട്ടി, ഇവർ നല്ല ഗ്രോത്തും കാണിക്കും. പിന്നെ ഫീഡിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏകദേശം 3 to 4 തവണ വരെ ആയിരിക്കും ഗപ്പി ഫ്രൈസിന് കൊടുക്കാൻ പറ്റുന്നത്. ഇപ്പം ഞാനിപ്പോൾ ഇത് കൊടുക്കുമ്പോൾ എല്ലാവരും വന്ന് തിന്നുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്കിപ്പോൾ കൊടുക്കാവുന്നതെന്ന് പറയുമ്പോൾ നല്ല ഫീഡെന്ന് പറയുമ്പോൾ പ്രിൻസീന്, ലാർവൽ, അങ്ങനത്തെ കുറേ ഫീഡൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല കോസ്റ്റ്ലിയാണ്. അതാണ് മെയിൻ പ്രശ്നം. പിന്നെ ലൈഫ് ഫീഡ്, അതായത് നമ്മുടെ മൊയിന, ആർട്ടീമിയ അങ്ങനെയുള്ളതെല്ലാം ഇതിന് നല്ലതാണ്. പിന്നെ ഞാനൊക്കെ കൊടുക്കുന്ന ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന കൂത്താടിയാണ്. അപ്പോൾ അതും നല്ലൊരു ഫീഡ് തന്നെയാണ്. അത് നമ്മളിപ്പോൾ ജസ്റ്റ് കുറച്ച് വെള്ളം എടുത്തിട്ട് അതിനകത്തോട് കുറച്ച് കരിയിലെല്ലാം കൂടെ വാരി ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിനകത്തെല്ലാം കൂത്താടിയാവും. അപ്പോൾ ഇത് ഗപ്പി കുഞ്ഞുങ്ങളുടെ കാര്യം ഇത്രയേ ഉള്ളൂ. പിന്നെ ഇവർ ജനിച്ച് വീണ് കഴിയുമ്പോൾ നമുക്ക് ഈ പെല്ലറ്റൊന്നും അങ്ങനെ എടുക്കാൻ ചാൻസ് കുറവായിരിക്കും. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് കൊടുക്കാൻ പറ്റിയൊരു സംഭവമാണ് നമ്മുടെ വാരയില നമ്മൾ ഉണങ്ങിയ വാരയില എടുത്തിട്ട് കഴുകിയിട്ട് അത് നമ്മുടെ ഗപ്പി കുഞ്ഞുങ്ങൾ കിടക്കുന്ന ടാങ്കിനകത്തോട് ഇടുവാണെങ്കിൽ അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒരു ബ്രൗണിഷ് കളറിലെത്തും. അതായത് ഇൻഫോസോറിയ ഉണ്ടാവും. അത് നല്ലൊരു ഫീഡാണ്. നമ്മുടെ ഫൈറ്ററിൻ്റെ കുട്ടികൾക്കായാലും ഗപ്പിയുടെ കുട്ടികൾക്കായാലും എല്ലാത്തിൻ്റെ കുട്ടികൾക്കും നമ്മുടെ ഇത് കൊടുക്കാവുന്നതാണ്. ഇപ്പം നമ്മുടെ സീബ്ര ടാങ്ക് നിങ്ങൾ കണ്ടല്ലോ, ഗ്രോത്ത് ടാങ്ക് പോലെ ഇട്ടേക്കുന്നത്, അതിനകത്ത് നമ്മൾ വാരയിലിട്ടിട്ടുണ്ട് ഈ ഫീഡായിട്ട്. അപ്പോൾ ഇതുപോലെ വാരയിലൊക്കെ ഇട്ടിട്ട് നമ്മുടെ ഗപ്പി കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് ചെയ്യുമ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മുടെ ഇത് കറക്റ്റ് ആവുന്നുണ്ടോ നോക്കണം. അതിനകത്ത് നമ്മൾ അടച്ചു വെക്കണം. കാരണം ചിലപ്പോഴൊക്കെ അതിനകത്ത് കൂത്താടി വന്ന് എഗ്ഗിടാൻ ചാൻസ് ഉണ്ട്. എഗ്ഗിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ കുഞ്ഞുങ്ങൾ കൂത്താടി അറ്റാക്ക് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. പിന്നെയെന്ന് പറയുമ്പോൾ നമ്മുടെ ഗപ്പി കുഞ്ഞുങ്ങൾക്ക് പ്രസവിച്ച ഉടനെ, അതായത് ഇതിൻ്റെ ഫീമെയിൽ പ്രസവിച്ച ഉടനെ തന്നെ നമ്മൾ ഈ ഗപ്പി കുഞ്ഞുങ്ങളെ പിടിച്ച് മാറ്റണം. അല്ലെങ്കിൽ ഇവരുടെ അമ്മയും അച്ഛനും കൂടെ തന്നെ ഇവരുടെ കുഞ്ഞുങ്ങളെ തിന്നുന്നതായിരിക്കും. അത് നല്ലതായിട്ട് ചാൻസ് കൂടുതലാണ്. മിക്സഡ് ടാങ്കിലൊക്കെ കിടക്കുന്ന പ്രശ്നമില്ലായിരിക്കും, കാരണം അത്രയും സ്പേസൊക്കെ ഉള്ളതുകൊണ്ട്. പക്ഷേ അത്യാവശ്യം നിങ്ങൾ അല്ലെങ്കിൽ തുടങ്ങുന്ന നല്ലതായിട്ട് പായലുകൾ, നമ്മുടെ ഫോക്സ് ടെയിൽ, ഗപ്പി ഗ്രാസ്, വാട്ടർ ക്യാബേജ് അതുപോലത്തെ പായലുകൾ ഇട്ട് കൊടുക്കാൻ ശ്രമിക്കുക. അങ്ങനെ ആകുമ്പോൾ അവരുടെ കുഞ്ഞുങ്ങളെ അവർക്ക് തിന്നാൻ ചാൻസ് കുറവ്. അല്ലെങ്കിൽ നമ്മൾ ബ്രീഡിംഗ് ഏജ് ഇട്ട് കൊടുക്കുക. അത്രയും ചെയ്താൽ മതി. അത് നമ്മൾ ഗപ്പീസ് മാത്രമല്ല, മോളീസ് തിന്നാറുണ്ട്, പ്ലാറ്റികൾ തിന്നാറുണ്ട്, ഒട്ടുമിക്ക എല്ലാ ബ്രീഡുകളും തിന്നാറുണ്ട്. പക്ഷേ അതിന് ഫൈറ്റർ പോലത്തെ ബ്രീഡുകളൊന്നും അങ്ങനെ ചെയ്യാറുമില്ല. പിന്നെ നമ്മുടെ ഗപ്പി കുഞ്ഞുങ്ങളുടെ കാര്യം പറയുമ്പോൾ നമുക്കറിയാമല്ലോ, പൊടി സാധനമാണ്. ഒരു മാക്സിമം ഗ്രോത്ത് റേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ 1 മാസം കൊണ്ടാണ് ഒരു അഡൾട്ട് ജുവനൈൽ സൈസിലോട്ടാവുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം നന്നായിട്ട് ഫീഡിങ് കൊടുക്കാൻ ശ്രമിക്കുക. അത് ഇണക്കിയെടുക്കുക. അപ്പോൾ ഇപ്പം ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് ഇണങ്ങിയതാണ് നമ്മളോട്. മോളിയും എല്ലാം നമ്മളോട് ഇണങ്ങിയതാണ്. അതുപോലെ തന്നെ നമ്മൾ ഇതിനെ മിക്സഡായിട്ട് ഇടാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ നല്ല കളർ കിട്ടും. അത് നമ്മൾ പ്ലാറ്റി, മോളി അങ്ങനെയുള്ള ഫിഷസിൻ്റെ കൂടെ, ടാങ്ക് മേറ്റ്സിൻ്റെ കൂടെ ഇടാൻ ശ്രമിക്കുക. അല്ലാതെ വലിയ മീനുകളുണ്ട്, നമ്മുടെ ഷാർക്കൊക്കെ വലുതാവുന്ന ആണ്. അപ്പോൾ ഈ ഷാർക്ക് ഇപ്പോൾ പ്രശ്നമില്ല, കാരണം കുഞ്ഞു സൈസാണ്. വലിയ ഷാർക്ക്
അതുപോലെ തന്നെ നമ്മുടെ അരാപ്പയ്മ, അലിഗേറ്റർ അതുപോലത്തെ മീനിൻ്റെ കൂടെ ഒക്കെ ഇടുവാണെങ്കിൽ തീർന്നു ഗൈസ്. ഗപ്പിയൊന്നും പിന്നെ പൊടി പോലും കിട്ടത്തില്ല. അപ്പോൾ കുഞ്ഞു കുഞ്ഞ് ഇതിൻ്റെയൊക്കെ ടാങ്ക് മേറ്റ്സ് ഒക്കെ കിട്ടുമല്ലോ ഗൈസ് നമ്മുടെ അക്വേറിയം ഷോപ്പിൽ, അതിനെയൊക്കെ വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഗപ്പിയുടെ കാര്യം എന്ന് പറയുമ്പോൾ. പിന്നെ വലിയ പ്രശ്നമൊന്നുമില്ലാത്ത, അത് അഗ്രഷൻ ടൈപ്പല്ല, അത് വലിയ അഗ്രഷനൊന്നും കാണിക്കത്തില്ല, അത് നമ്മൾ വലിയ കൊത്തൊന്നും ഇടത്തില്ല. എന്ന് പറഞ്ഞാൽ മെയിൽസും തമ്മിൽ കൊത്തിടാറുണ്ട്, ഡോഴ്സൽസും ടെയിൽസും എല്ലാം കട്ടായി പോകാറുണ്ട്. അത് വലിയ പ്രശ്നമൊന്നുമില്ല, അത് കുറച്ച് കഴിയുമ്പോൾ വളർന്ന് കിട്ടിക്കോളും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ എല്ലാവരും പരമാവധി സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക.